2 റക്അത്ത് പിന്നെ 4 റക്അത്ത് ഖളാ കിട്ടിയത് നബി എന്ന് പറഞ്ഞത് ഷിമാലിയും ഞാനും കൂടി ഖബറില ഷിമാലി 5 കൊല്ലം മുമ്പ് ഖബറില മണ്ണ് എല്ലും കൂടി ഉണ്ടാവില്ല പോലെ. ഇങ്ങനത്തെ നുണ പറഞ്ഞിട്ടാണ് മുആവിയയുടെ കാലത്തുള്ള അറാബികളെ വിശ്വസിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിലൊട്ടാകെ അതിലാണ്ട് കൂടി. അലി ബിൻ അബീ താലിബിന്റെ ആൾക്കാർ പറഞ്ഞു, അബൂ ഹുറൈറന്റെ ആ പരിപ്പൊന്നും നമ്മളടുത്ത് കൊള്ളൂല, നമ്മളടുത്ത് അബൂ ഹുറൈറന്റെ വാദം അബൂ ഹുറൈറ നിസ്കാര കണക്കൊന്നും ഞമ്മക്കറിയണ്ട. അലി ബിൻ അബീ താലിബിൽ കൂടിയാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം കിട്ടിയത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അലി ബിൻ അബീ താലിബാണ് ഞങ്ങൾക്ക് ഇസ്ലാം മതം പഠിപ്പിച്ചത്, നിസ്കാരം പഠിപ്പിച്ചത്. അലി കൂടി കിട്ടിയ ആ സുന്നത്ത് നബി ചെയ്തിരുന്ന ഖുർആൻ അനുസരിച്ച് ചെയ്തിരുന്ന സുന്നത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. അതിലെന്താണത്? ളുഹറും ഇല്ല മഗ്‌രിബും ഇല്ല. ഇറാൻകാർ ഒട്ടാകെ പറഞ്ഞതാണ്. ഇറാഖിൽ 60% ഷിയാക്കൾ പറഞ്ഞതാണ്. ളുഹർ മഗ്‌രിബ് എന്ന് പറയുന്ന 2 നേരം അലി ബിൻ അബീ താലിബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് അന്ന് നിസ്കാര കണക്കിലില്ല. അങ്ങനത്തെ 2 നേരമില്ല. 3 നേരം പഠിപ്പിച്ചെന്നുണ്ട്. രാവിലെ വൈകുന്നേരം രാത്രി, രാവിലെ വൈകുന്നേരം രാത്രി. ഇങ്ങനെ 3 നേരമല്ലാതെ നമ്മൾ അമാൻ കൊടുക്കാൻ പാടില്ല, 3 നേരമല്ലാതെ ജമാഅത്ത് പാടില്ല, 3 നേരമല്ലാതെ അങ്ങനത്തെ നിസ്കാരം നിർണിത നിസ്കാരം ഖുർആൻ പറഞ്ഞത് 3 നേരമല്ലാതെ ഇല്ലാതെ അലി ബിൻ അബീ താലിബ് പഠിപ്പിച്ചത് ഇന്ന് വരെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അതേ ചെയ്യുള്ളൂ. ഇറാനിലും ഇറാഖിന്റെ 60% പള്ളികളിലും ഇന്നും ളുഹറിനും മഗ്‌രിബിനും ബാങ്ക് കൊടുക്കാനേ പാടില്ല. ഇറാനില് ളുഹർക്കും മഗ്‌രിബിനും ബാങ്ക് കൊടുത്താലേ ജയില. ആ മുക്കറിനാട് പിടിച്ചോണ്ടോ ഖുറാഫി കടന്നുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അവന് ജയില. സുബ്ഹി അസ്രി ഇശ അല്ലാതെ 3 നേരമല്ലാതെ ഇറാനിൽ ഒരൊറ്റ പള്ളിയിലും ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഇതിന്റെ ആൾക്കാർ എത്ര ലോകത്ത്? 3 നേരം എന്ന് സിദ്ധാന്തിക്കുന്ന ആൾക്കാരെ ലോകത്ത് എത്ര ഉണ്ട്? 10 കോടി ആൾക്കാരുണ്ട്. അലി ബിൻ അബീ താലിബിന്റെ അനുയായികളായിട്ട് 10 കോടി ആളുകൾ പറയുന്നത് എന്താണ്? നബി ളുഹർ മഗ്‌രിബ് സുബ്ഹി ളുഹർ അസ്ർ മഗ്‌രിബ് ഇശ ഇങ്ങനെ 5 എണ്ണം പഠിപ്പിച്ചിട്ടില്ല. നേരം 5 എണ്ണം പഠിപ്പിച്ചിട്ടില്ല. നേരം 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ചില ആൾക്കാർ എന്ത് പറഞ്ഞറിയോ? ഈ ഷിയാക്കൽപ്പെട്ട ഖുറാഫികളുണ്ട്, അവരുണ്ട് ഖുറാഫികൾ. അവരെന്ത് പറഞ്ഞു? 5 നേരം പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് 5 ഒപ്പിച്ചാളുകയെന്ന് പറഞ്ഞു. അങ്ങനെ 3 നേരത്ത് 5 ഒപ്പിച്ച് ചെയ്യാം, ജമ്മാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനും കുറെ കാലം അതിൽ കുടുങ്ങി. കള്ളി പറഞ്ഞല്ലോ, ഞാനും കുറെ കാലം അതിൽ കുടുങ്ങി. ഈ ഷിയാക്കളിൽ പറഞ്ഞൊപ്പിച്ച് 2ഉം കൂടി ജോയിന്റ് ആക്കിയിട്ടുള്ള കള്ളി പറഞ്ഞൂടെ? സത്യമാണ്. ഞാനും മനസ്സിലാക്കി. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കൂടി 5 കാണാനുണ്ടല്ലോ. ഖുർആനാണെങ്കിലും 3 കാണാനുള്ളൂ. ഏതെങ്കിലും ആവട്ടെ 5ഉം 3ഉം കൂടി ഒരു വെൽഡ് ചെയ്യുന്ന പണി പഠിപ്പ്. എന്താ? 3 നേരത്തെ 5 അണക്കരിച്ചാണ്. അപ്പൊ ഖുർആനും ഒത്ത് ഹദീസും ഒത്ത്. ഈ പരിപാടി ഞാൻ ഒപ്പിച്ചത് ശരിയാണ്, പറയാറുണ്ട്, ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ബുഖാരി മുസ്ലിമും കള്ളന്മാരാണെന്ന് മനസ്സിലായത്. ഇവര് കള്ളന്മാരാണെന്ന് പിന്നെ മനസ്സിലായത്. ഇവര് ഇസ്ലാമിൽ നേരാക്കാൻ വേണ്ടി വന്നവരല്ല, ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി വന്നവരല്ല. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് അലങ്കോലപ്പെടുത്താൻ, അട്ടിമറിക്കാൻ വേണ്ടി ഇസ്ലാമിൽ കടന്നുകൂടിയ മുനാഫിക്കുകളാണ് ഇവർ രണ്ടാളും എന്നുള്ള ആ ചരിത്ര സത്യങ്ങൾ പിന്നീട് 100 കണക്കിൽ കിട്ടി. അപ്പോഴാണ് ശരി, ബുഖാരി മുസ്ലിമും കൊണ്ടൊരു 5ഉം ഖുർആനും കൊണ്ടൊരു 3ഉം കിട്ടുന്നുണ്ടെങ്കിൽ ആ 3ൽ കൂടി ഈ 5 കുത്തി കടത്തിയിട്ട് അത് വടക്കാക്കണ്ട. 3 നേരത്ത് 3 നമസ്കാരം മാത്രം, അല്ലാതെ 5 മിണ്ടാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബുക്കിറക്കി. മുമ്പ് 5 നിസ്കാരം ഉണ്ടായിരുന്നു, 5 നേരല്ലെങ്കിലും. ഇപ്പൊ 5 നേരം നിസ്കാരവും ഇല്ല. എത്ര? ഇപ്പൊ 3 ഉള്ളൂ. എത്ര? ആരും ആക്ഷേപിക്കണ്ട, നിലവിളിക്കണ്ട. പറഞ്ഞിട്ട് നബി നമസ്കരിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ 1,00,000 രൂപ ഇനാം എന്നും പറഞ്ഞിട്ട് 10,000 കണക്കിൽ നോട്ടീസ്, 1000 കണക്കിൽ ബുക്കുകൾ. ളുഹറും മഗ്‌രിബും നബി നമസ്കരിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചു തന്നാൽ മുഹീദ്ദീൻ വന്നാലും വേണ്ടില്ല, നെദ്വത്ത് സെക്രട്ടറി വന്നാലും വേണ്ടില്ല, ജമാഅത്ത് അമീർ വന്നാലും വേണ്ടില്ല, സുല്ലമി വന്ന ആര് വന്നാലും വേണ്ടില്ല. ഞങ്ങളൊക്കെ സാക്ഷികളല്ലേ, കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ഇവിടെ കയ്യിൽ വെച്ചിട്ടല്ല പറയണത്. ഒറ്റ പൈസ കൊടുക്കേണ്ടി വരില്ല. പിന്നെന്താ? അതുകൊണ്ടാ പറയണത്. ഒറ്റ പൈസ 1 ഉറുപ്പ്യ വാങ്ങാൻ അർഹതയുള്ള ഒരു പണ്ഡിതൻ കേരളത്തിൽ 5ാമത്തെ സെമിനാറാണ്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ നിയമ സെമിനാർ. ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ആയത്തുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അതിലുള്ള സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളും വിശദീകരിച്ചു കൊണ്ടിട്ട് നമസ്കാരത്തെ സംബന്ധിച്ച് 5 ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ 1,00,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ കത്തും നോട്ടീസും പത്രപ്രസ്താവനയും ഒക്കെ നടത്തിയിട്ട് അടുക്കാത്തെന്താണെന്നറിയൂ? 1,00,000 കിട്ടൂല, ഭക്ഷണമാവും ചെയ്യും. 2 നഷ്ടം. 1,00,000 കിട്ടൂല, കിട്ടണ ഇത് സ്ഥാപിക്കണ്ടേ, ഭക്ഷണമാവും ചെയ്യും. എന്താ വലിയ അർത്ഥം വെച്ചാട്ടെ, അല്ലെങ്കിൽ എന്താ മൗലവി അർത്ഥം വെച്ചാട്ടെ? എങ്ങനെ കിട്ടില്ലേ? ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് രാത്രി ഇരുട്ടാവുന്നവരെ നിസ്കരിച്ചോളൂ. ഈ തിരിഞ്ഞ് അവിടെ മുതൽക്ക് രാത്രി ഇരുട്ടാവുന്നത് വരെ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉച്ച തിരിഞ്ഞ് അവിടെ നിസ്കരിക്കണം, ഇരുട്ടായ അപ്പോഴും നിസ്കരിക്കണം എന്നതിന്റെ അർത്ഥം. ഒരു പേര് വന്നിട്ട് പറയട്ടെ, അവരത് ഒരു സഭയിലേക്കണ്ട് വന്നിട്ട് പറയട്ടെ. സാഹിത്യം അറബിയും ഭാഷ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാലോ. ഇത് മുതൽ അതുവരെ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നെ അവിടെ തന്നെ എന്നല്ല അർത്ഥം വെക്കാം.
അതിന്റെ ഇടയിൽ എത്ര ഉള്ളതെങ്കിൽ അത്രാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽ രാത്രി ഇരുട്ടാവുന്നവരെ നിസ്കരിക്കാം. എത്ര? പകലിന്റെ രണ്ടറ്റത്തും രാത്രി ആദ്യ ഭാഗത്തുനിന്ന് അള്ള പറഞ്ഞില്ലേ അതിന്. അല്ലെങ്കിൽ എന്താ ആശയക്കപ്പെടുന്നത്? ആകെ 3 നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മുതൽ ഏത് വരെ ചെയ്യാം എന്നതപ്പ പറഞ്ഞു. അപ്പൊ 3ന്റെ കാര്യം എവിടെ ഉണ്ട്? 10 കോടി ജനങ്ങളുടെ ഇടയിൽ 3 നേര സിദ്ധാന്തമുണ്ട്. 5 നേര സിദ്ധാന്തം ആരിലുണ്ട്? അബൂ ഹുറൈറയുടെ താവഴിക്കാരായ സുന്നത്ത് ജമാഅത്തുകാരെ മുഴുക്കൻ 5ന്റെ ആൾക്കാരാ. അലിന്റെ താവഴിക്കാരെ മുഴുവൻ 3ന്റെ സിദ്ധാന്തക്കാരാ. 5 കൂട്ടിച്ചേർത്തോണ്ടിരിക്കട്ടെ, പക്ഷെ 3 നേരം എന്നല്ലാതെ പറയാൻ പാടില്ല അവർക്ക്. അതിനാണ് നമ്മൾ പ്രത്യേക ഹെഡിങ് ഇതിൽ കൊടുത്ത്, ബുക്കിൽ കൊടുത്ത്. അപ്പൊ അലിന്റെ നമുക്ക് വേറൊരു പ്രശ്നം കേട്ടോ. അലിന്റെ ആൾക്കാർ അലിഹിനല്ലാടാ. പിന്നെ അലിഹിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഷിയാക്കളാ. യൂതന്മാരെക്കാണ് ഇവിടേക്ക്. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ വയ്യാത്ത ആൾക്കാരല്ലേ. അവര് അലി റസൂലുള്ളാഹി എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവർ പറയില്ല. പറഞ്ഞാൽ തന്നെ അവർക്ക് ഒരു വിശ്വാസമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി അല്ല, അലിയാണ് റസൂലാവേണ്ടതെന്ന ഷിയാക്കളുടെ വാദം, വിശ്വാസം എന്ന് ഈ സുന്നത്ത് ജമാഅത്തിന്റെ 4 മദ്ഹബുകാരും ലോകം മുഴുവൻ നുണ പറഞ്ഞ് പഠിപ്പിച്ചു. എല്ലാ ഇമാമിങ്ങളും ഒരു പങ്കില്ല കേട്ടോ. നുണ പറഞ്ഞു. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സമ്മതിക്കാത്തവരാണ്. ശുദ്ധ നുണ. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാത്തവർ ഒറ്റ ശീഈ ഈ ലോകത്തില്ല, മരിച്ചു പോയിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയൽ അവർക്ക് നിർബന്ധമാണ്, ഷഹാദത്താണ്. അബൂ ഹുറൈറ കെട്ടുക എന്നല്ലാതെ ഷിയാക്കൾ കെട്ടിട്ടില്ല. ഇപ്പൊ അബൂ ഹുറൈറ കെട്ടു, ഷിയാക്കൾ കെട്ടിട്ടില്ല. അപ്പൊ ഷിയാക്കൾ കെട്ടുന്ന അപ്പൊ പേര് ഷിയാക്കൾക്കാണ് ഇല്ല. മുഹമ്മദ് റസൂലുള്ളാഹി കെട്ടിട്ടില്ല. അവർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ്. അലി വലിയുള്ളാഹി എന്ന് പറയും, പറഞ്ഞോട്ടെ. അലി വലിയുള്ളാഹി എന്ന് പറഞ്ഞോട്ടെ, എന്താ കുഴപ്പം? അലി വലിയുള്ളാഹി തന്നെയാണല്ലോ. മുആവിയ വലിയുള്ളാഹി എന്ന് പറയാൻ പാടില്ല. എന്താ വലിയുള്ള എന്ന് പറഞ്ഞാൽ? മുആവിയ വലിയുള്ളാഹി എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ടോ? ഒരു യൗമൽ ഫത്ഹി ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും. ഫത്ഹ് വേളയിൽ വിശ്വസിച്ച ആൾക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് അള്ളാഹ് പറഞ്ഞതിൽപ്പെട്ട ഒന്നാമനല്ലേ മുആവിയയുടെ വാപ്പി. മുആവിയയുടെ വാപ്പി മക്കം ഫത്ഹിൽ വിശ്വസിച്ചതല്ലേ? ഫത്ഹ് വേളയിൽ വിശ്വസിച്ചവന്റെ ഈമാൻ ശരിയല്ല എന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ? 32-29. അങ്ങനത്തെ മുആവിയ വലിയുള്ളാഹി എന്ന് പറയാൻ പാടില്ല. റളിയല്ലാഹും പറയാൻ പാടില്ല. എന്തിട്ട് പറയണത്? എന്താണ് ചെയ്തത്? എന്താണ് അയാൾ ചെയ്തത്? അയാൾ കാട്ടിക്കൂട്ടിയുള്ള പണികൾ എന്തൊക്കെയാണ്? നബിയുടെ കുടുംബങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും മുടക്കി. സക്കാത്തിന്റെ മുതലിൽ നിന്ന് പോലും നബി കുടുംബത്തിലുള്ള പട്ടിണി പാവങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പാസാക്കിയ ആളാണ് മുആവിയ. സക്കാത്തിന്റെ മുതൽ അയാളുടെ തന്ത്ര മുതലൊന്നല്ല. സക്കാത്തിന്റെ മുതൽ മുസ്ലിമീങ്ങളുടെ സമുദായത്തിലുള്ള അന്യ സമുദായം എന്ന് പറയാൻ സഹോദര സമുദായങ്ങൾ ആരൊക്കെണ്ടോ ജൂതന്മാർക്കുണ്ടോ അവർക്കും കൂടി സക്കാത്തിന്റെ മുതൽ കൊടുക്കാന്ന ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കൾക്കും കൊടുക്കാൻ അവസരമാവണമെന്നേ ഉള്ളൂ. അതാ കണക്ക്. ആര് ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും അവരെ സഹായിക്കണം. സക്കാത്തിന്റെ ഫണ്ട് അവിടെ ഹിന്ദു മുസ്ലിം നോട്ടല്ല, ജൂതൻ ക്രിസ്ത്യൻ നോട്ടല്ല, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമമല്ല. ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് മുസ്ലിമായ മിസ്കീനെ സക്കാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ തോന്നിയ പറയണത് അങ്ങനത്തെ സ്വത്ത് ഈ ലോകത്തുള്ള സകല അവസരക്കും അർഹതപ്പെട്ട സ്വത്ത് നബിന്റെ കുടുംബത്തിലുള്ള അവസരമായവർക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയ ആളാണ് മുആവിയ. അതിന് ഹദീസ് ഉണ്ടാക്കിയ ആളാണ് അബൂ ഹുറൈറ. അബൂ ഹുറൈറയോട് പറഞ്ഞ് നമുക്ക് എന്താ പണിയെന്ന് വെച്ചു. നബിന്റെ കുടുംബപ്പെട്ട ഒറ്റ ആൾക്കും സക്കാത്ത് ഫണ്ടിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ പറ്റൂല. അതിനെന്തോടോ പണിയാ എപ്പോഴും ശരിയാക്കി തരാം. വെള്ളിയാഴ്ച ഒരു വൃത്തി ഉണ്ടോ അവർക്ക്? ആർക്ക്? അബൂ ഹുറൈറക്ക്. അതൊക്കെ നമ്മൾ വെള്ളിയാഴ്ച ശരിയാക്കി തരാറുണ്ട്. എന്താ വെള്ളിയാഴ്ച ശരിയാക്കിയത്? വെള്ളിയാഴ്ച വന്ന് വേലാണ്ട് പറഞ്ഞ് അബൂ ഹുറൈറ എന്താ വേള്? അപ്പോ നബിന്റെ കാലം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. നബിന്റെ കാലം അബൂ ഹുറൈറ പറയുന്ന അക്കാലത്ത് 30-40 കൊല്ലം അകലെയാണ് കിടക്കുന്നത് നബിന്റെ കാലം കേട്ടോ. നബി വഫാത്തായിട്ട് പിന്നെ 48 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാള് മരിക്കണത്. ആര്? അബൂ ഹുറൈറ മരിക്കണത്. നബി വഫാത്തായിട്ട് പിന്നെ 38 വർഷം കഴിഞ്ഞിട്ടാണ് ഇയാള് മരിക്കണത്. അല്ല 48 വർഷം 30 കൊല്ലം ഖലീഫമാരുടെ ഭരണം. പിന്നെ മുആവിയയുടെ ഭരണം 20 വർഷം. ആ 20 വർഷത്തിൽ 18ാമത്തെ വർഷം. അപ്പൊ 30, 18, 48. 48ാം നബി വഫാത്തായിട്ട് 48ാമത്തെ വർഷത്തിൽ മരിക്കുന്ന ആളാണ് അബൂ ഹുറൈറ. അപ്പൊ അതിന്റെ മുമ്പ് എപ്പ പറയുമ്പോഴും മുമ്പ് നബിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ 30, 40, 48 വർഷം മുമ്പുള്ള വർത്തമാനം പോയി പറയണത്. ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയോ? മുആവിയന്റെ കാലത്തുള്ള അറാബികളല്ലേ മുമ്പിലിരിക്കുന്നത്? നബിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. മുമ്പ് അത് പറയാം. എന്താ സംഭവം? മുമ്പ് അതിന്റെ ആളാണോ? മുമ്പ് നബിന്റെ കാലത്തുള്ള എല്ലാം കരക്കി പിടിച്ച ആളല്ലേ? അവർ പറയാം നബിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? കാരക്കൊക്കെ കൂടി കൊടുന്ന് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ കണ്ടിരിക്കണ് ഹസൻ എന്നൊരു നബിന്റെ പേരെ കുട്ടിയുണ്ട് വരണേ. ആ കുട്ടി വന്നിട്ട് ഒരു കാരക്ക കുട്ടികളല്ലേ